Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ബേസൽ കൺവെൻഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇൻ വ്യൂ ഓഫ് ദി ബാഡ് എഫക്ട്സ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് to both the environment and health, several countries has urged the need for a global agreement to address the problems and challenges posed by hazardous waste. നമ്മൾ നേരത്തെ ഈ വേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ വേസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, ക്ലിയർ, പൊല്യൂഷൻ, അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് മാറിയതോടുകൂടി ക്ലിയർ രാജ്യങ്ങളും അതുപോലെ തന്നെ പല രാജ്യങ്ങളും മിക്കവാറും വികസിത രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവരുടെ രാജ്യങ്ങളുണ്ടാകുന്ന ഈ വേസ്റ്റ് ആ വികസിതമായിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ട് ക്ലിയർ മേ ബി ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് ചിലപ്പോൾ വളരെ ചുരുങ്ങിയ എമൗണ്ട് ഈടാക്കിയിട്ടോ അല്ലെങ്കിൽ അതല്ലാതെയോ എന്ത് ചെയ്യുന്നു കയറ്റി അയച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഡംപ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഏർപ്പാടൊക്കെ വരാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇതൊരു കൺസേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും രാജ്യങ്ങൾ തമ്മിൽ ഒരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ആവശ്യമാണ് എസ്പെഷ്യലി റിലേറ്റിംഗ് ടു ദി ട്രാഫിക്കിംഗ് ഓഫ് e-waste ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി ഫോർ ഡംപിങ് പർപ്പസ് ക്ലിയർ. അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺവെൻഷൻ വേണം ക്ലിയർ. അങ്ങനെ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസിന് വേണ്ടി ക്ലിയർ രാജ്യങ്ങൾ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ വേസ്റ്റിൻ്റെ റിഡക്ഷന് വേണ്ടി അതിൻ്റെ മൂവ്മെൻറ്റും ട്രാഫിക്കും മാനേജ്മെൻറ്റും റീസൈക്ലിങ്ങും ഒക്കെ അതിനാവശ്യമായുള്ള ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ രൂപീകരിക്കേണ്ടായി, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയുണ്ടായി, ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലിയർ. അതിൽ കുറേ രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ക്ലിയർ. സോ ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് an international convention which is concerned with the reduction of e-waste or management of e-waste clear. പ്രത്യേകിച്ചും എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്, രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ക്ലിയർ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ വേസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് അത് നിയന്ത്രിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ബേസൽ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്ലിയർ. ഓക്കെ, then so searching for the cheaper ways to get rid of waste, toxic traders clear. നമ്മൾ ടോക്സിക് ട്രേഡേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ടോക്സിക് ട്രേഡേഴ്സ് ക്ലിയർ മീൻസ് countries who are exporting these toxic materials, e-waste material to some other country clear. So begin shipping hazardous waste to developing countries. So international disturbances following these irresponsible activities led to the drafting and adoption of a strategic plan clear and regulations at the Basel Convention. അപ്പോൾ അതിനു വേണ്ടി ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ നിശ്ചയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏജൻസി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു എന്ത്, ബേസൽ കൺവെൻഷൻ ക്ലിയർ. അപ്പോൾ ഈ ബേസൽ കൺവെൻഷൻ ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ക്ലിയർ. ഇപ്പോൾ 2002 മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്തു വരുന്നു ക്ലിയർ. ബേസൽ കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന അംഗരാജ്യങ്ങൾക്ക് ബാധകമാണ് ക്ലിയർ. അപ്പോൾ എൻവയോൺമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി സൗണ്ട് ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇതൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ ട്രാഫിക്കിംഗ് ഓഫ് e-waste from one country to another country, okay, especially from developed countries to developing countries, okay, and building capacity around the global for better management of e-waste. ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബേസൽ കൺവെൻഷൻസ് രൂപീകരിച്ചിരിക്കുന്നത് ക്ലിയർ. ഓക്കെ, then so it also provides അതിൻ്റെ പ്രത്യേകത എന്താ, കൺവെൻഷൻ സെക്രട്ടേറിയറ്റ് ക്ലിയർ. ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിലേറ്റഡ് എഗ്രിമെൻറ്റ്സ് ക്ലിയർ
ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റേഷൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഗാദേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കണ്ടക്ട്സ് ട്രെയിനിങ് പ്രോഗ്രാം, builds capacity, clear capacity building measures, clear, then proper management of hazardous waste. Okay, that is legal and technical issue, that is guidelines on legal and technical issues related to e-waste, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, എൻവയോൺമെൻറ്റ്, സറൗണ്ടിങ്സ്, പീപ്പിൾ, അതുപോലെ തന്നെ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, ആളുകളുടെ ഹെൽത്തും അതുപോലെ തന്നെ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ദെൻ സോ എ ഡ്രാഫ്റ്റ് സ്ട്രാറ്റജിക് പ്ലാൻ ഹാസ് ബീൻ proposed for the implementation of the Basel Convention. ഇപ്പോൾ ഇതിനു വേണ്ടി ഒരു സ്ട്രാറ്റജിക് പ്ലാൻ അവർ തയ്യാറാക്കി, ഹൗ ടു മാനേജ് ഈ വേസ്റ്റ്, അതിനു വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയും. സോ ദ ഡ്രാഫ്റ്റ് സ്ട്രാറ്റജിക് പ്ലാൻ takes into account the existing regional plans, programs or strategies, the decisions of the conference of the parties and subsidiary bodies, ongoing project activities and processes of international environmental governance and സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, നിലവിലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ റീജിയണലായിട്ട് ഫോളോ ചെയ്യുന്ന പ്രാക്ടീസ് എന്താണ്, പോളിസീസ് എന്താണ്, ക്ലിയർ, അവിടെയുള്ള ലീഗൽ സിസ്റ്റം എന്താണ്, അതൊക്കെ മനസ്സിലാക്കുക. ക്ലിയർ, ആവശ്യമാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ പാർട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോൺഫറൻസോ ചർച്ചകളോ വഴി ഒരു കൺസെൻസസിലെത്തുക. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഗവേണൻസിന് വേണ്ടി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സും ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുക, അതൊക്കെ അവർ ചെയ്യും. സോ എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ് സ്ട്രാറ്റജീസ് ആർ പ്രപ്പോസ്ഡ് ടു സപ്പോർട്ട് ദ കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ് സജസ്റ്റഡ് ബൈ ബേസിൽ കൺവെൻഷൻ. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള പ്ലാൻ. സോ ടു ഇവോൾവ് എക്സ്പേർട്സ് ഇൻ ഡിസൈനിങ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ്, അല്ലേ, ബേസിൽ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കൺവെൻഷൻ്റെ ഫലമായി രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിന് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനൊക്കെ എന്ത് കൊടുക്കണം, ആവശ്യമായുള്ള അവയർനെസ്, അല്ലേ, ക്യാമ്പയിൻ, ഇതൊക്കെ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, ഒക്കെ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, അവയർനെസ് മെറ്റീരിയൽ, ക്ലിയർ, കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ, നല്ലൊരു വീഡിയോ ഉണ്ടാക്കുന്നു, ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അല്ലേ, എന്നിട്ട് നമ്മളത് നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലറൈസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ അത് മോശമുള്ളൊരു കാര്യമാണെന്ന് തോന്നി പിന്നീട് അവരത് ഈ വേസ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ രാജ്യങ്ങളിലെ ഉള്ള ബ്യൂറോക്രാറ്റ്സ്, ടോപ്പ് ബ്യൂറോക്രാറ്റ്സ്, അല്ലെ, പോളിസി മേക്കേഴ്സ്, അല്ലെ, മിനിസ്റ്റേഴ്സ്, ലോ മേക്കേഴ്സ്, ഇവർക്കൊക്കെ എന്ത് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക ഒക്കെ ചെയ്യും. ഓക്കെ, സോ ബേസിൽ കൺവെൻഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രോട്ടോകോൾസ്, അമെൻമെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, training and awareness materials to provide. Then to engage and stimulate a group of interested parties to assist the Secretariat in exploring fundraising. ഒരു ബേസിൽ കൺവെൻഷൻ സെക്രട്ടേറിയറ്റും ഓഫീസൊക്കെ ആയിട്ട് രൂപീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് വേണ്ടിവരും, ഇത്തരത്തിലുള്ള അവയർനെസ്സും ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും, അല്ലേ, ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാനും ഒക്കെ എന്ത് വേണം, ദേ റിക്വയർ റിസോഴ്സസ്, മോണിറ്ററി ആസ് വെൽ ആസ് അതർ റിസോഴ്സ്. അപ്പോൾ അതിനാവശ്യമായിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്, ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, ഫണ്ട് റൈസിങ് ചെയ്യുക. ക്ലിയർ, രാജ്യങ്ങളിൽ നിന്നോ ഡൊണേഷൻ്റെ ഫലമായിട്ടോ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ഫണ്ട് റൈസിങ് ചെയ്ത് റിസോഴ്സസ് മീറ്റ് ചെയ്യുക. സോ ഫ്രം ഗവൺമെൻറ് ആസ് വെൽ ആസ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി joint projects. Then to motivate selective parties and partners among various stakeholders to bring added value to make the progress of the short term progress ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഓക്കെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ടാക്കുക. ദെൻ to disseminate and make information easily accessible through internet. ക്ലിയർ, ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ കമ്മ്യൂണിക്കേഷൻസിലൂടെയും ടെക്നോളജിയിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ, അതുപോലെ അവയർനെസ്, ക്ലിയർ, ഈ വേസ്റ്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ, ക്ലിയർ, അതിൻ്റെ മൂവ്മെൻറ്റ്, ട്രാഫിക്കിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുക, പാസ് ഓൺ ചെയ്യുക. സോ ട്രാൻസ്ഫർ ഓഫ് നോ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അല്ലെ, വേസ്റ്റൊക്കെ വരികയാണെങ്കിൽ അതിന് ഹൗ ടു ട്രീറ്റ് ഇറ്റ്, അതിനാവശ്യമുള്ള ടെക്നോളജി വരുന്ന സമയത്ത് ടെക്നിക്കൽ നോളജ് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ, ഇൻ പർട്ടിക്കുലർ ബേസിൽ കൺവെൻഷൻ റീജിയണൽ സെൻറ്റേഴ്സ് വഴി ചെയ്യുന്നു. ക്ലിയർ. To undertake periodic review of activities in relation to agreed indicators. Clear. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ദർ ആർ സർട്ടൻ അഗ്രീഡ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ആ കാര്യങ്ങൾ പീരിയോഡിക് ആയിട്ട് റിവ്യൂ ചെയ്യുക.
അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആവശ്യങ്ങൾ പുനർനിശ്ചയിക്കുക, അതൊക്കെ ചെയ്യാം. ദെൻ ടു കൊളാബറേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് institutions and programs to promote better use of cleaner technology and its transfer methodology, economic instruments or policy to facilitate, support capacity building for environmentally sound management of hazardous e-waste and other waste. Clear? ഇപ്പോൾ ഈ വേസ്റ്റോ മറ്റുള്ള വേസ്റ്റുകളൊക്കെ ക്ലിയർ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന, പ്രൊഫഷണലി മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജികൾ, അതിൻ്റെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, ക്ലിയർ അതിൻ്റെ റിസോഴ്സസ്, ക്ലിയർ ഫണ്ടിങ്, അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഇതൊക്കെ അവർ അണ്ടർടേക്ക് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ചില സ്ട്രാറ്റജീസ് ആയിട്ട് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഓഫ് ഇ വേസ്റ്റ്, ഹൗ വി ക്യാൻ മാനേജ് ഇ വേസ്റ്റ്. ക്ലിയർ? അപ്പോൾ മാനേജ്മെൻറ്റ് അല്ല ഇൻഡിവിജ്വൽസ് എന്ന് തുടങ്ങുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കൈവൽ വരുന്ന ഈ വേസ്റ്റ് റിഡ്യൂസ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്താൽ തന്നെ, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്താൽ തന്നെ നമുക്ക് മൊത്തത്തിലുള്ള ഈ വേസ്റ്റിൻ്റെ വോള്യം, അല്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ട്രാഫിക്കിംഗ്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ മാനേജ്മെൻറ്റ് ഓഫ് ഈ വേസ്റ്റിൽ വരാവുന്ന പ്രധാനപ്പെട്ട ഈ വേസ്റ്റ് മിനിമൈസേഷൻ, ക്ലിയർ, ടെക്നിക്സ് എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നോക്കുക. നമ്പർ 1, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഒരു ഇൻഡസ്ട്രിയൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ക്ലിയർ? ഇൻവെൻട്രി എന്താ? സ്റ്റോക്കാണ്, അല്ലേ, റോ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്കാണ്. ഇത് വളരെയധികം ഇൻവെൻട്രി ഉണ്ടെങ്കിൽ, അല്ലേ, ടു മച്ച് ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെൻട്രി ഇൻ പ്ലേസ് ഓർ ഇൻ സ്റ്റോക്ക് മീൻസ് വാട്ട്, അത് കുറേയൊക്കെ വേസ്റ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേസ്റ്റായിട്ട് മാറുമ്പോൾ എന്തായിട്ട് മാറും? പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത ഈ വേസ്റ്റായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനുള്ള വഴി എന്താ? ആവശ്യമായിട്ടുള്ള ഇൻവെൻട്രി മാത്രം കൈകാര്യം ചെയ്യുക. ക്ലിയർ? സോ എഫക്റ്റീവ്ലി ഹാൻഡ്ലിങ് ദ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ചെയ്യുക. ക്ലിയർ? ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രം, ക്ലിയർ, പ്രൊഡക്ഷൻ ആവശ്യമുള്ള, മാനുഫാക്ചറിങ് ആവശ്യമുള്ള, ക്ലിയർ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഇൻവെൻട്രി അതെന്ത് ചെയ്യുക? ആവശ്യമില്ലാത്തത് കൊണ്ടുവരികയോ സ്റ്റോർ ചെയ്യുകയോ ഒഴിവാക്കുകയും ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി മാത്രം ലഭ്യമാക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് പ്രൊഡക്ഷൻ പ്രോസസ് മോഡിഫിക്കേഷൻ. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ തന്നെ വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ മാനുവലൈസ്ഡ് പ്രോസസ്സ് ഉണ്ടാവും, കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സ് ഉണ്ടാവും, ഓട്ടോമേറ്റഡ് പ്രോസസ്സുകൾ ഉണ്ടാവും. ക്ലിയർ? ഇതിൽ പലപ്പോഴും എല്ലാത്തിലും എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഈ വേസ്റ്റ് നമുക്ക് വേസ്റ്റ് കുറയ്ക്കണമെങ്കിലുള്ളൊരു വഴിയാണെന്ത്? പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താക്കി മാറ്റുക? മോഡിഫൈ ചെയ്യുക, ഓട്ടോമേറ്റഡ് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ മോഡേൺ പ്രോസസ്സ് കൺട്രോളും പ്രോസസ്സ് ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൽ വരാവുന്ന വേസ്റ്റേജ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വേസ്റ്റേജ് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് മോഡിഫിക്കേഷൻ ചെയ്യുക. ദെൻ വോളിയം റിഡക്ഷൻ. ക്ലിയർ? ഈ വേസ്റ്റിൻ്റെ വോളിയം എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. സോ ദ വോളിയം reduction includes those techniques that remove the hazardous portion of the waste from non-hazardous portion. Clear? ഇപ്പോൾ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള വോളിയം, ഹസാർഡസ് ആയിട്ട് വരാവുന്ന മെറ്റീരിയൽസിൻ്റെ വോളിയം കുറയ്ക്കുക. ആൾട്ടർനേറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് യോജിച്ച തരത്തിലുള്ള സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടോ ഒക്കെ എന്ത് ചെയ്യുക? ഹസാർഡസ് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വോളിയം, അളവ് എന്ത് ചെയ്യുക? കുറച്ചുകൊണ്ട് വരിക. സോ ദീസ് techniques are usually to reduce the volume and thus the cost of disposing waste material. ഇത് വേസ്റ്റ് മെറ്റീരിയലിൻ്റെ വോളിയം കുറയ്ക്കും, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡിസ്പോസിങ് വോളിയം, അല്ലേ, വേസ്റ്റ് മെറ്റീരിയൽ അതും കുറയ്ക്കും. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെഷർ എടുക്കുക. സോ ഫോർ എക്സാമ്പിൾ, വേസ്റ്റ് കണ്ടെയ്നിങ് different types of materials can be treated separately so that metal value in the sludge can be recovered. Clear? Then concentration of waste stream may increase the likelihood that the material can be recycled and reused. Okay? അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വോളിയം റിഡക്ഷൻ ആവശ്യമായുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ചില കാര്യങ്ങളിലൂടെ വോളിയം റിഡക്ഷൻ, അതുപോലെ തന്നെ റീയൂസ്, റീസൈക്ലിംഗ്, ക്ലിയർ, ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാം, അല്ലേ? അപ്പം അതിന് നമ്മൾ, അല്ലേ, RRR എന്നൊക്കെയാണ് പറയുക. ക്ലിയർ? എന്താണ്? റിഡക്ഷൻ, ക്ലിയർ, റീയൂസ്, റീസൈക്ലിംഗ്, ഓക്കെ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ആർസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ കൺട്രോൾ ചെയ്യുക. ദെൻ റിക്കവറി ആൻഡ് റീയൂസ്, ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലേ, റിക്കവറി ചെയ്യുക ആൻഡ് റീയൂസ് ചെയ്യുക.
Clear? So this technique eliminate waste disposal costs, reduce raw material costs, and provide income from saleable waste. Clear? ഇപ്പോൾ വേസ്റ്റിൽ നിന്ന് നമുക്ക് വരുമാനവും കിട്ടും, അതുപോലെ തന്നെ ഇതിനെ റിഡ്യൂസ് ചെയ്യാനും പറ്റും, അതിൻ്റെ വോള്യൂം റിഡ്യൂസ് ചെയ്യാനും പറ്റും. ക്ലിയർ? സോ ഡിസ്പോസൽ കോസ്റ്റ് സേവ് ചെയ്യാം. ക്ലിയർ? സോ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് സേവ് ചെയ്യാം. അപ്പോൾ അത് റിക്കവറി ചെയ്യാം. ക്ലിയർ? നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ സേവ് ചെയ്യുക. ക്ലിയർ? എന്നിട്ട് അതിനെന്ത് ചെയ്യുക? റീയൂസ് ചെയ്യാൻ പറ്റുന്നതിന് റീയൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ വേസ്റ്റായിട്ട് പോകുന്ന മെറ്റീരിയൽസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുവഴി ക്ലിയർ വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും. സോ വേസ്റ്റ് ക്യാൻ ബി റിക്കവേർഡ് ഓൺ സൈറ്റ് ഓർ അറ്റ് ആൻ ഓഫ് സൈറ്റ് റിക്കവറി ഫെസിലിറ്റി. ക്ലിയർ? ഒന്നുകിൽ നമ്മുടെ ഫാക്ടറി സൈറ്റിൽ തന്നെ മെറ്റീരിയൽസ് അല്ലേ സേവ് ചെയ്യുക, റിക്കവറി ചെയ്യുക. അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിയുന്ന സമയത്ത് അഥവാ നഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അല്ലേ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ഗുഡ്സിന് എന്ത് ചെയ്യുക, മാറ്റിയിട്ട് അതിനെ റിക്കവറി ചെയ്തിട്ട് അതിൽ മോഡിഫിക്കേഷൻ ചെയ്ത് എന്ത് ചെയ്യുക, അതിനെ വീണ്ടും റീയൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഓൺ സൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെയോ ഓഫ് സൈറ്റ്, ഇത് മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഒരു ഓഫ് സൈറ്റിൽ കൊണ്ടുപോയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിനെ സെഗ്രിഗേറ്റ് ചെയ്യുക. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്തതിനെയൊക്കെ മാറ്റുക. ക്ലിയർ? റീയൂസ് ചെയ്യാൻ പറ്റുന്നതിനെ വേറെ സെപ്പറേറ്റ് ആക്കുക. ഇങ്ങനെ ഫിൽറ്ററിങ് ചെയ്തും മാറ്റാം. സോ എ നമ്പർ ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ടെക്നിക്സ് ആർ അവൈലബിൾ ടു റീക്ലെയിം ദി വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ ഇത്തരത്തിലുള്ള റിക്കവറി ആൻഡ് റീയൂസിന് വേണ്ടി അഥവാ നമുക്ക് എന്താ ഉപയോഗിക്കാം, ചില അവസരങ്ങളിൽ കെമിക്കൽ അല്ലേ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നിക്സ് ക്ലിയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ടെക്നോളജീസ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ചില മെറ്റീരിയൽസൊക്കെ ചില കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് ചില റിയാക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, റിക്കവറി ചെയ്തെടുക്കാൻ പറ്റും. അതിനെ സോൾവ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അതിനെ റിക്കവറി ചെയ്യുക. ദെൻ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ഡിസൈൻ വേറൊരു പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ? സോ നമ്മുടെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അല്ലേ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വരുന്ന ചില മെഷേഴ്സാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിൽ ഡിഫക്റ്റോ വേസ്റ്റോ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ഡിസൈൻ, എപ്പോഴും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. സോ മിനിമൈസേഷൻ ഓഫ് ഹസാർഡസ് വേസ്റ്റ് ഷുഡ് ബി മെയ്ഡ് അറ്റ് പ്രോഡക്റ്റ് ഡിസൈൻ സ്റ്റേജ് ഇറ്റ് സെൽഫ്. പ്രോഡക്റ്റിനെ കുറിച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം, വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കണോ, ഹസാർഡസ് മെറ്റീരിയൽ ഉപയോഗിക്കണോ, അതല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് എന്ത് ചെയ്യുക, ഒരു സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒഴിവാക്കിക്കൊണ്ട് പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഷുഡ് ബി മെയ്ഡ് ടു ഡിസൈൻ ദ പ്രോഡക്റ്റ് വിത്ത് എ ഫ്യൂ അമൗണ്ട്സ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില സ്ട്രാറ്റജീസ്. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ക്ലിയർ? ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഏകദേശം 150,000 tons ഓഫ് ഇ വേസ്റ്റ് ആർ ജനറേറ്റഡ്. അതിനേക്കാളും കൂടാറുണ്ട്. ക്ലിയർ? 150,000 to 2 lakh വരെ ഉള്ള ടൺസ് ഓഫ് ഇ വേസ്റ്റ് ആർ പ്രൊഡ്യൂസ് ഓർ പ്രൊക്വേർഡ് ക്ലിയർ പെർ ഇയർ ഇൻ ഇന്ത്യ. അപ്പോൾ അത്തരത്തിൽ വരാവുന്ന ഒരു സെനാരിയോ ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇ വേസ്റ്റ്. ക്ലിയർ? സോ ഇ വേസ്റ്റ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് സച്ച് ആസ് US are disposed clear or disposes their waste to India and Asian countries. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസൽ കൺവെൻഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് തന്നെ എന്തായിരുന്നു, ഇത്തരത്തിലുള്ള ട്രാഫിക്കിംഗ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വികസിത രാജ്യങ്ങൾ ക്ലിയർ അവരുടെ ഈ വേസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ വികസിത രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് എന്ത് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. ക്ലിയർ? അവിടെ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിക്കവറി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് വേസ്റ്റ് കൂടുന്നതിനും ഡംപ് ചെയ്യപ്പെടുന്നതിനും കാരണമായിട്ട് മാറും. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ക്ലിയർ? So a recent investigation reveals that much of the electronics turnover for recycling in the United States ends up in Asia. Clear? അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ റീസൈക്ലിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഉപയോഗം കഴിഞ്ഞ് കൊടുക്കുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ അൾട്ടിമേറ്റ്ലി അത് ഡംപ് ചെയ്യപ്പെടുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലാണെന്നാണ് ഒരു സർവേ കാണിക്കുന്നത്. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് അതിനെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? സോ ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് clear hazardous material or e-waste in India, how we can manage it. Clear? So following are some of the management options suggested for the government, industries and public. Clear? അപ്പോൾ മൂന്ന് തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും സജസ്റ്റബിൾ ആയിട്ടുള്ള ചില മെഷേഴ്സ് ആണ് പറഞ്ഞത്. ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യണം,
public എന്ത് ചെയ്യണം. Clear? So first we can see about the government. Clear? So responsibilities of the government. So a comprehensive law that provides e-waste regulation, law making. So here e-waste control, regulation, management ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിയമങ്ങൾ നിർമ്മിക്കുക. Clear? So ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Then government should set up regulatory agencies for, clear, in each district. Localized ആയിട്ടുള്ള റെഗുലേറ്റേഴ്സിനെ ഏർപ്പെടുത്തുക. ക്ലിയർ? ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സെൻട്രലൈസ്ഡ് അല്ലേ, സെൻട്രലൈസ്ഡ് ആയിട്ട് നാഷണൽ ലെവലിൽ ചിലപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ അത് മതിയാവോ? ഇല്ല. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഈ വേസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ കളക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ റിക്കവറി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നു, മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് റെഗുലേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുക. ക്ലിയർ? അതും ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ക്ലിയർ? അതിൻ്റെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ക്ലീൻ കേരള മിഷൻ. ക്ലിയർ? അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില മിഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒക്കെ ഇനിഷ്യേറ്റീവിൻ്റെ ഫലമായിട്ട് ക്ലിയർ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ? പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് അത് ഡിസ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ലക്ഷ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയാതെ ഇരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ. Then government must encourage research into development and standard of hazardous waste management. For waste management കേസസിലും അതുപോലെ എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടും റെഗുലേഷൻ ഓഫ് ദി ഹസാർഡസ് വേസ്റ്റ് ഡിസ്പോസൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. ക്ലിയർ? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് എൻകറേജ് ചെയ്യുക, R&D ആക്ടിവിറ്റിക്ക് എൻകറേജ്മെൻറ്റ് ചെയ്യുക. ദെൻ ഗവൺമെൻറ് ഷുഡ് എൻഫോഴ്സ് strict regulation against the dumping of e-waste in the country by outsiders. അപ്പോൾ ചില മെഷേഴ്സിലൂടെ, ചില റെഗുലേഷൻസിലൂടെ, അതുപോലെ തന്നെ ബേസൽ കമ്മീഷൻ്റെ നോംസ് ഫോളോ ചെയ്യുന്നതിലൂടെ, അതല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവെൻഷൻസിലൂടെ എന്ത് ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് ഈ വേസ്റ്റ് ഡംപ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. ക്ലിയർ? ദെൻ സോ നെക്സ്റ്റ് വൺ ഈസ് നമ്പർ 5 ഈസ് സോ R&D ആക്ടിവിറ്റീസിന് പുറമെ ഗവൺമെൻറ് ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ്. സോ ഗവൺമെൻറ് ഷുഡ് എൻഫോഴ്സ് സ്ട്രിക്റ്റ് റെഗുലേഷൻ അഗൻസ്റ്റ് ദി ഡംപിങ് ഓഫ് ഇ വേസ്റ്റ് ഇൻ ദി കൺട്രി. ക്ലിയർ? അപ്പോൾ ഔട്ട്സൈഡേഴ്സ് നമ്മുടെ രാജ്യത്ത് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് നിയമം മുഖേന ക്ലിയർ റെഗുലേറ്റ് ചെയ്യുന്നതിന്, നിയന്ത്രിക്കുന്നതിന്, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക, ലീഗൽ എൻഫോഴ്സ്മെൻറ്റ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക. ക്ലിയർ? ദെൻ ഗവൺമെൻറ് ഷുഡ് എൻഫോഴ്സ് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ആൻഡ് ഹെവി ഫൈൻസ് levied on the industries which do not practice waste prevention and recovery in the production facilities. അല്ലേ? ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള നിയമങ്ങളൊക്കെ അനുസരിച്ച് ക്ലിയർ വേസ്റ്റ് കൺട്രോൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള നോംസും ഗൈഡ് ലൈൻസും റൂൾസൊക്കെ അനുസരിച്ചിട്ട് അല്ലേ, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാത്ത, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസ്പോസൽസ് ചെയ്യാത്ത ഇൻഡസ്ട്രീസിന് ക്ലിയർ ആവശ്യമായിട്ടുള്ള ശിക്ഷകൾ അല്ലേ, അതിനാവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, ഫൈനുകൾ ഈടാക്കുക. ക്ലിയർ? അതിന് ഡിസ്പോസലിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സിന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതുള്ള ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക. ദെൻ ഗവൺമെൻറ് ഷുഡ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് NGOs and organization to involve activity in solving the nation's e-waste problem. Clear? E-waste അല്ലെങ്കിൽ വേസ്റ്റ് പ്രോബ്ലംസിനെ അല്ലെങ്കിൽ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി NGOസിനും അതുപോലെ തന്നെ റിലേറ്റഡ് ഏജൻസീസും ഓർഗനൈസേഷനൊക്കെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക ഒക്കെ ചെയ്യുക. ദെൻ ഗവൺമെൻറ് ഷുഡ് എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റീസ് ടു partner with manufacturers and retailers to provide recycling services. ഇപ്പോൾ നിലവിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ് അനുസരിച്ച് ക്ലിയർ കമ്പനികൾ എന്ത് ചെയ്യണം, സോ കമ്പനീസ് ആർ ഒബ്ലിഗേറ്റഡ് ടു ക്ലിയർ റീപർച്ചേസ്, ദാറ്റ് മീൻസ് റീഒബ്റ്റെയിൻ, ക്ലിയർ റിക്കവർ ദെയർ പ്രോഡക്ട്സ് ആഫ്റ്റർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസ്. അപ്പോൾ നിലവിലൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അല്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ സെൽഫോണിൻ്റെ കേസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ക്ലിയർ? അവർക്കൊക്കെ എന്തുണ്ട്, പിന്നെ ബാക്കപ്പ് പോളിസി ഉണ്ട്. ക്ലിയർ? അതിനെ തിരിച്ചെടുക്കാനുള്ള
പോളിസികളുണ്ട്. ക്ലിയർ? ഇപ്പോൾ പ്രധാനപ്പെട്ട സെൽഫോൺ കമ്പനികളൊക്കെ തന്നെ അല്ലേ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, ലാപ്ടോപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? They will take it back, clear, the products, okay, അതിൻ്റെ ഇൻറ്റൻറ്റഡ് യൂസ് കഴിഞ്ഞുള്ള വേസ്റ്റ് അവർ തന്നെ തിരിച്ചെടുക്കും, എന്നിട്ട് അവർ തന്നെ അത് റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അതിന് മാൻഡേറ്റ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. ക്ലിയർ? അതുപോലെ ഇന്ത്യയിലും അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയുണ്ടായി, ഓക്കെ, പാർട്ട്ണറിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് വഴിയോ മാനുഫാക്ചേഴ്സിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അവരുടെ പ്രോഡക്ട്സിൻ്റെ ഈ വേസ്റ്റ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യിപ്പിക്കുക. ശരി? അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ചില മെഷേഴ്സ്. റെസ്പോൺസിബിലിറ്റി ആൻഡ് റോൾ ഓഫ് ദി ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യാം? സോ ജനറേറ്റേഴ്സ് ഓഫ് വേസ്റ്റ് ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ടു ഡിറ്റർമിൻ the output characteristics of waste and if hazardous should provide management options. Clear? അപ്പോൾ അല്ലേ, മാനുഫാക്ചറേഴ്സിൻ്റെ ശരിക്കുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ, അവരാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു ഹാർനസ് ഇറ്റ്, ടു മാനേജ് ഇറ്റ്, ടു ക്ലിയർ കൗണ്ടർ ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, ഡിവൈസസ് സ്ഥാപിക്കുക, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ക്ലിയർ, അങ്ങനെയൊക്കെ ചെയ്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവർ കൈകാര്യം ചെയ്യുക. ദെൻ all personnels involved in handling e-waste industries, including those at the policy, management, control and operational level, should properly qualified and trained. അതുപോലെ തന്നെ ഈ വേസ്റ്റ് റീസൈക്ലിങ്ങിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക്, എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായുള്ള ട്രെയിനിങ്, നോളേജ്, അവയർനെസ്, സ്കിൽസ് ഇതൊക്കെ കൊടുക്കുക. ക്ലിയർ? ദെൻ കമ്പനീസ് can and should adopt വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ്. ക്ലിയർ? വേസ്റ്റ് മിനിമൈസേഷന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് അല്ലേ, കുറച്ചുകൂടെ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരിക. ക്ലിയർ? മോഡേൺ ആയിട്ടുള്ള, ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ക്ലിയർ, വേസ്റ്റ് റെഡ്യൂസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ഹസാർഡസ് ആയുള്ള മെറ്റീരിയൽസിന് ആൾട്ടർനേറ്റ് മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, R&D ആക്ടിവിറ്റീസ് അത്തരത്തിൽ കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? സോ വിച്ച് വിൽ മേക്ക് സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഈ വേസ്റ്റ്. ഓക്കെ, then and thereby lessening the impact of environment. So it is a reverse production system that designs infrastructure to recover and reuse every material contained with e-waste material such as lead, copper, aluminum, gold. Clear? അപ്പോൾ ഇങ്ങനെയൊക്കെ വേസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? അവർ തന്നെ മാനുഫാക്ചർ തന്നെ എന്ത് ചെയ്യുക? മാനുഫാക്ചേഴ്സ് തന്നെ അത് കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റിക്കവറി ചെയ്യുക. ക്ലിയർ? അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് പ്രൊഡക്ഷൻ. ക്ലിയർ? സോ manufacturers, distributors, retailers should undertake responsibility of recycling, disposal of their own products. Then manufacturers of computer monitors, television sets and other electronic devices containing hazardous materials, clear, must be responsible for educating consumers how to use it, how to handle it. ക്ലിയർ? ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അത് ആണ് അല്ലേ. നിങ്ങളൊരു പക്ഷേ ബാറ്ററിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ബാറ്ററിയൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ സെൽഫോണിൻ്റെ ബാറ്ററി തന്നെ, അതിൽ തന്നെ കോഷൻ, വാർണിംഗ് അല്ലേ, അതിൻ്റെ റീസൈക്ലിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അല്ലേ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫോണിൻ്റെ ബാറ്ററി എന്ത് ചെയ്യണം, ക്ലിയർ, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, തീയിട്ട് കത്തിക്കരുത് അല്ലേ. അപ്പോൾ അത് ഹസാർഡസ് ആയിട്ട് മാറും. അപ്പോൾ ആ രീതിയിൽ അവയർനെസ് മെറ്റീരിയൽസ് കൊടുക്കുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അത് റീകളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഈസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സിറ്റിസൺ. കമ്പനികൾക്കും ഗവൺമെൻറ് മാത്രമേ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ അല്ല, സിറ്റിസൺസിന് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. ആരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ആരാണ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ സിറ്റിസൺസാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് മാറും. സോ വേസ്റ്റ് prevention is perhaps the more preferred to the other waste management option. Clear? അപ്പോൾ ഈ പ്രിവെൻഷന് ഓക്കെ, റീസൈക്ലിങ്ങോ റിക്കവറിയോ ഇതിനൊക്കെ ഏറ്റവും നല്ല എന്താണ്? പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡൊണേറ്റിംഗ് ഇലക്ട്രോണിക്സ് ഫോർ റീയൂസ് extends the lives of valuable products and keep them
ഔട്ട് ഓഫ് ദി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ എ ലോങ്ങർ ടൈം അല്ലേ. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഫോൺ ഉണ്ട്, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ചു, പഴയത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ചെറിയ കുറച്ച് ടെക്നോളജി കുറച്ച് പഴയതാണ്, അങ്ങനെ അത്ര മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് അത് കൊടുക്കുക അല്ലേ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊരു സെൽഫോൺ വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്നത് മാത്രമല്ല, നമ്മൾ ഇതിനെ ഡംപ് ചെയ്ത് വേസ്റ്റ് ആക്കി മാറ്റുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് റെസ്പോൺസിബിളായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഡിവൈസുകളും. ക്ലിയർ? സോ ബട്ട് കെയർ ഷുഡ് ബി ടേക്കൺ ഫോർ ഡൊണേറ്റിംഗ് സച്ച് ഐറ്റം. അതുപോലെ തന്നെ കേടുവന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കാതിരിക്കുകയും നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ? എളുപ്പത്തിൽ കൊടുത്ത ഉടനെ കേടുവരുന്ന തരത്തിലുള്ള മെറ്റീരിയൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക തന്നെയാണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, റീസൈക്ലിംഗ് എവിടെ ചെയ്യണം, അതിന് റീസൈക്ലിംഗിന് വേണ്ടി എവിടെയാണ് ഏൽപ്പിക്കേണ്ടത്. ക്ലിയർ? മാനുഫാക്ചറേഴ്സിൻ്റെ ടേക്കൺ ബാക്ക് പോളിസി ക്ലിയർ ഏതുവരെയാണുള്ളത്, ഓക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എവിടേക്കാണ് അതിൻ്റെ സെൻറ്റേഴ്സ് ഉള്ളത്, അതൊക്കെ നോക്കി മനസ്സിലാക്കി അതിൻ്റെ ആ പ്രോഡക്റ്റിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ യൂസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ്ലിങ്ങിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ അതിനെ ഹാൻഡിൽ ചെയ്യുക. ക്ലിയർ? ഇതൊക്കെ സിറ്റിസൻസിൻ്റെ യൂസേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ വേസ്റ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ.